ആദിനാട് തെക്ക് ഘണ്ടാകർണൻകാവ് ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി 6 മുതൽ നടക്കും. 15-ന് ആറാട്ടോടെ ഉത്സവം സമാപിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആദിനാട് തെക്ക് ശ്രീ ഘണ്ടാകർണൻകാവ് ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. ഫെബ്രുവരി 15-ന് ആറാട്ടോടെ ഉത്സവം സമാപിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 15-ന് ഉച്ചകഴിഞ്ഞ് 3-ന് കാവടി എഴുന്നള്ളത്ത് നടക്കും. കാവടി നിറ ആലപ്പാടുകരയിലെ അപ്പൂപ്പൻകാവ് ക്ഷേത്രത്തിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ പകൽക്കാഴ്ച നടക്കും. 4 കരകളിൽ നിന്നുമുള്ള കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. രാത്രി 7-ന് മുമ്പായി പകൽക്കാഴ്ചകൾ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിക്കും. തുടർന്ന് കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് ഒതുക്കും. തുടർന്ന് കുട എഴുന്നള്ളിച്ച് ദർശനം നൽകും. ദർശനത്തിന് ശേഷം ആറാട്ട് എഴുന്നള്ളത്ത്, കൊടിയിറക്ക, വലിയ കാണിക്ക, നാദസ്വരം, പുഷ്പാഭിഷേകം എന്നിവയോടെ ഉത്സവ പരിപാടികൾക്ക് സമാപനമാകും. ദീപാരാധനയ്ക്ക് ശേഷം നമ്മുടെ ശുദ്ധികലശത്തോടുകൂടി പരിപാടി തുടങ്ങുന്നത്. പിന്നെ കൊടിയേറ്റ് രാവിലെ 9:30 കഴിഞ്ഞ് 10 മണിക്കാണ് കൊടിയേറ്റ്. നെന്മശ്രീ സുരേഷ് പോറ്റി തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ രാത്രി പരിപാടികൾ നാടകമാണ്. വംശം നാടകം രാത്രി 8 മണി വരെ. തുടർന്ന് 2-ാം ദിവസം പരിപാടികള് കുത്തിയോട്ടം ചൂടൻ പാട്ടും പരിപാടിയാണ് 2-ാം ദിവസം. പിന്നെ 3-ാം ദിവസം പടിഞ്ഞാറക്കരയാണ്. 4 കരകൾ ഉൾപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അതിനകത്ത് പടിഞ്ഞാറക്കരയുടെ വക ഉത്സവമാണ് 3-ാം ഉത്സവം. പുലർച്ചെ 4:30-ന് ആൾപ്പിണ്ടി എഴുന്നള്ളത്തും നടക്കും. ആൾപ്പിണ്ടി എഴുന്നള്ളത്ത് എന്ന് പറഞ്ഞൊരു വലിയ കാര്യം നടക്കുന്നു. അത് ശിവരാത്രിന്റെ അന്ന് വെളുപ്പിനെയാണ് എല്ലാം തീർന്നതിന്റെ സമാപനമായിട്ടാണ് ആൽപ്പിണ്ടി. അതായത് വാഴപ്പോള കൊണ്ട് ഉണ്ടാക്കിയ ഒരു പിന്നെ ഒരു സ്തൂപിക മാതിരി, സ്തൂപിക അല്ല, ചതുരസ്തൂപിക മാതിരി ഇരിക്കുന്നു. അതിന്റെ മുകളിൽ പൂക്കലേക്ക് വെച്ച് പിന്നെ അത് നമ്മൾക്ക് എന്തെങ്കിലും പിന്നെ കാര്യസിദ്ധിക്ക് വേണ്ടി നമുക്ക് ജോലി വേണം, അല്ലെങ്കിൽ അതേപോലുള്ള കാര്യങ്ങളൊക്കെ നടത്തണമെന്നുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി നേർച്ചയായിട്ട് ആളുകൾ നടത്തുന്നതാണ്. പിന്നെ ഈ ചിക്കൻ ബോക്സ് വന്ന് എഴുതുന്ന അതിൻ്റെ ഒരു അത് പകരാതിരിക്കുന്നതിന് വേണ്ടി, ഇനി അതിൽ നിന്നും വേറെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയൊക്കെ നേർച്ചയായിട്ട് നടത്തുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.